പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ അഭിനയിച്ച് ദീപു പ്രദീപിന്റെ കഥയിൽ വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. ഇപ്പോ ഈ സിനിമയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ. ഇപ്പൊ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നല്ല വരവേൽപ്പാണ് ലഭിക്കുന്നത്. അതിന്റെ മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ലോ ബഡ്ജറ്റിൽ സിനിമ എടുക്കുകയും അതിന്റെ കൂടെ തന്നെ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും മലയാള സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകരുമായി കണക്ട് ആവുന്നു എന്നുള്ളതാണ്. റിയൽ സ്റ്റോറി നല്ല എടുത്തിരിക്കാங்க പടത്തെ. അതിനാൽ തമിഴ് പ്രേക്ഷകരും ഇപ്പോൾ മലയാള സിനിമയെ നല്ല രീതിയിൽ ആസ്വദിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ വിവാദങ്ങളും തമിഴ്നാട്ടിൽ തലപൊക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനത്തിന്റെ പകർപ്പവകാശം അതിന്റെ മ്യൂസിക് ഡയറക്ടറായ ഇളയരാജയിൽ നിന്നും വാങ്ങാത്തതിനാൽ അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. കേസിന്റെ നൂലാമാലകളിൽപ്പെട്ട് നട്ടം തിരികെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ. അതേപോലെ ഗുരുവായൂർ അമ്പലനടയിലും തമിഴ് സിനിമയിൽ നിന്നുള്ള അഴകിയ ലൈല എന്ന ഗാനം ഉപയോഗിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഈ ചിത്രത്തിന് ആരാധകർ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ ഗാനം കൂടിയാണ്. എന്നാൽ സിനിമയിൽ ഒരു ക്രെഡിറ്റ് പോലും തനിക്ക് വെച്ചില്ലെന്ന് ഈ ഗാനത്തിന്റെ മ്യൂസിക് ഡയറക്ടറായ ആർ നാരായണൻ സിർപ്പി പറയുകയുണ്ടായി. ഇതുകൂടാതെ തമിഴ് സിനിമാ പാട്ട് ഉപയോഗിച്ചത് മാത്രമല്ല സിനിമയിലെ കഥ തന്നെ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു വരികയാണ് ഒരു തമിഴ് യൂട്യൂബ് ചാനലായ നക്ലൈറ്റ്സ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനൽ റിലീസായ ബോയ് ഫ്രണ്ട് അലപ്പറകൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ അതേ കഥാതന്തു തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ നിന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് നക്ലൈറ്റ്സ് ക്രിയേറ്റ് ഹെഡ് രാജേശ്വർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ സിനിമ കാണാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഞങ്ങളുടെ കഥ തന്നെയാണെന്ന്. വിശദീകരണത്തിനായി ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിക്ക് മെയിൽ അയച്ചെങ്കിലും പ്രതികരണമൊന്നും തന്നില്ല. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നതായി രാജേശ്വർ അടുത്തിടെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. മലയാള സിനിമയെ മലയാളികളും തമിഴരും ഒരുപോലെ ആഘോഷിക്കുമ്പോൾ അനുവാദമില്ലാതെ പാട്ടുകൾ ഉപയോഗിക്കുന്ന വിവാദത്തിലും കഥാകോപ്പിയുടെ വിവാദത്തിലും മലയാള സിനിമകൾ നിരന്തരം കുടുങ്ങിക്കിടക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സംവിധാനം ചെയ്ത വിപിൻ ദാസ് ഇതുവരെ ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.